മലയാളത്തിലെ മഹാനായ കഥാകാരനായ എം.ടി. വാസുദേവൻ നായർ സൃഷ്ടിച്ച കഥാമുഹൂർത്തങ്ങൾ കൊണ്ട് നിറയുകയാണ് കോഴിക്കോട്ടെ ആർട്ട് ഗാലറി. ഒന്നും രണ്ടുമല്ല 46 ചിത്രങ്ങളിലൂടെയാണ് എം.ടിയുടെ വിവിധ നോവലുകളുടെ പ്രധാന മുഹൂർത്തങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ മഹാനായ എഴുത്തുകാരനായ എം.ടി. വാസുദേവൻ നായർക്കുള്ള സ്മരണാഞ്ജലിയായാണ് ചിത്രാങ്കണം കലാ അധ്യാപക സംഘടനാ പ്രവർത്തകർ എം.ടിയുടെ സാഹിത്യരചനകളിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾക്ക് ചിത്രഭാഷ്യം നൽകിയത്. 23 പേർ ചേർന്ന് എം.ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കൃതിയിലെ സുപ്രധാനമായ 2 മുഹൂർത്തങ്ങൾ വരകളിലൂടെ ജീവൻ വെപ്പിച്ചപ്പോൾ സന്ദർശകർക്കും എം.ടിയുടെ ആരാധകർക്കും മികച്ച ദൃശ്യാനുഭവം നൽകി. മഞ്ഞ്, പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവ്, ഇതൊക്കെ നമ്മൾ എന്നും വായിച്ചറിഞ്ഞ നോവലുകളാണ്. അതിൻ്റെ തനതായ ആവിഷ്കാരം നമുക്കിവിടെ കാണാൻ പറ്റി. പലതും നമ്മളോട് നേരിട്ട് സംവദിക്കുന്ന പോലെ തോന്നി. എവിടെയും ഇങ്ങനെയൊരു എം.ടിയുടെ നോവലിൻ്റെ ദൃശ്യാവിഷ്കാരം കേട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കോഴിക്കോട് ഇങ്ങനെ തോന്നുന്നത്. കാണികൾക്ക് കാഴ്ചയുടെ നവ്യാനുഭവം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചിത്രാങ്കണം സംഘടനാ പ്രവർത്തകർ. ഒരു ഏകാന്തതയും സൈലൻസാണ് എം.ടിയുടെ ഒരു ബേസ്. അത് ഓരോരുത്തരിലുള്ള. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വാരാണസിയാണ്. വാരാണസി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രപരമായി ഇന്നത്തെ കണ്ടംപററി സ്റ്റേജിൽ പോലും വാരാണസിക്ക് സജീവമാണ്. എല്ലാ നിമിഷവും അവിടെ വളരെ സജീവമാണ്. അത്രയും ബഹളമയമാണ്. അങ്ങനെയുള്ളൊരു വാരാണസി സൈലൻസിലേക്ക് പോവുകയാണ്. 23 ചിത്രകാരന്മാർ ഓരോ ജില്ലകളിൽ നിന്നുമുള്ളത്. പിന്നെ ഓരോ കഥകൾ നമുക്ക് ഇഷ്ടമുള്ള ഓരോ കഥകൾ ഏറ്റെടുക്കുകയും അതിന് 2 ചിത്രങ്ങൾ ഇവിടെ ആവിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്പനേരം ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ എം.ടിയുടെ മഞ്ഞും കാലവും ഓപ്പോളും നാലുകെട്ടും പെരുന്തച്ഛനും വാരണാസിയും അറബിപ്പൊന്നുമൊക്കെ നിങ്ങളോട് സംവദിക്കും. ചിത്രകലാ അധ്യാപകരുടെ കൂട്ടായ്മയായ ചിത്രാങ്കണത്തിന്റെ 3ാം പ്രദർശനമാണിത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.